എറണാകുളം നഗരത്തിൻ്റെ ഏറ്റവും ഹൈ ക്ലാസ് ഏരിയയായി തൃപ്പൂണിത്തുറ നഗരം അറിയപ്പെടുന്നു. എറണാകുളത്ത് നിന്ന് 7 കിലോമീറ്റർ കിഴക്കായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരത്തിൻ്റെ ലൊക്കേഷൻ. കൂടുതൽ സാമ്പത്തിക ശേഷിയുള്ളവരും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും തൃപ്പൂണിത്തുറയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അകന്ന് താമസിക്കുവാൻ വേണ്ടി ഇവിടെ ധാരാളമായി ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടുകാലത്ത് രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വാസകേന്ദ്രമായിരുന്ന തൃപ്പൂണിത്തുറ ഇപ്പോഴും ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ ലൊക്കാലിറ്റിയായി നിലനിൽക്കുന്നുണ്ട്. മികച്ച റെസ്റ്റോറൻറ്റുകളും സ്കൂളുകളും ആശുപത്രികളും തൃപ്പൂണിത്തുറയിൽ സ്ഥാപിച്ചിട്ടുമുണ്ട്. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ശരവണ ഭവൻ റെസ്റ്റോറൻറ്റ് ഉയർന്ന ക്വാളിറ്റിയുള്ള വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്നു. അതുപോലെ തൃപ്പൂണിത്തുറയിൽ എവിടെ നോക്കിയാലും റോയൽ ബേക്കറിയുടെ ബ്രാഞ്ചുകൾ കാണുവാൻ പറ്റും. വളരെ സുരക്ഷിതമായ ഒരു നഗരമായതുകൊണ്ട് രാത്രിയിലും തുറന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. തൃപ്പൂണിത്തുറക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊഴുക്കട്ടയാണ്. 69,000 ആളുകൾ താമസിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറയിലെ പൗരാണികമായ രാജകൊട്ടാരം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സങ്കേതമായി മാറിയിട്ടുണ്ട്. പണ്ടുകാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളും ക്യാബിനറ്റ് ഹാളും അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. ധാരാളം സ്കൂൾ കുട്ടികളും വിദേശികൾ പോലും ഇവിടെ സന്ദർശകരായി എത്തിക്കൊണ്ടേയിരിക്കുന്നു. മനോഹരമായ ഒരു ക്യാമ്പസിലാണ് തൃപ്പൂണിത്തുറ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 2 മണിക്കൂർ നടന്നു കണ്ടാലും തീരാത്തത്രയും വലുതാണ് തൃപ്പൂണിത്തുറ കൊട്ടാരവും അതിന് ചുറ്റുമുള്ള പാലസ് ഗ്രൗണ്ട്സും. ധാരാളം റെസ്റ്റോറൻറ്റുകൾ കൊട്ടാരത്തിനടുത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഹിൽവ്യൂ റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. അതുപോലെ ഡിലൈറ്റ് കുഴിമന്തിയും ഇവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ടീ സ്പോട്ട് എന്ന ചെറിയൊരു ലഘുഭക്ഷണശാലയുമുണ്ട്. പറവരി ബേക്കറി പോലെ പോപ്പുലറായ കഫേകളും ഇവിടെയുണ്ട്. തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയേശ അമ്പലത്തിലെ വൃശ്ചികോത്സവം വലിയ പേരും പെരുമയും നേടിയിട്ടുണ്ട്. അതുപോലെ അനേകം അമ്പലങ്ങൾ വേറെയും തൃപ്പൂണിത്തുറയിലുണ്ട്. അടുത്ത കാലത്തായി തൃപ്പൂണിത്തുറ കൊച്ചി നഗരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. കൊച്ചിയും തൃപ്പൂണിത്തുറയും തമ്മിലുള്ള അതിർത്തിയിൽ ധാരാളം കെട്ടിടങ്ങൾ വന്നതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് അർബൻ ഏരിയയായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. ഗ്രീൻ സ്റ്റോർ പോലെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത കടകളും ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. റീസൈക്കിൾ ചെയ്യാവുന്ന കുപ്പികളിലാണ് ഇവിടെ മസാലപ്പൊടികളും ധാന്യങ്ങളും വിൽക്കുന്നത്. തൃപ്പൂണിത്തുറ പോലെയുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. കൂടുതലും ഹിന്ദുക്കളാണ് തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്നത്. 82% ഹിന്ദുക്കളാണ്. കേരളത്തിലെ മറ്റ് നഗരങ്ങളിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ കാണപ്പെടുമ്പോൾ തൃപ്പൂണിത്തുറയിൽ കൂടുതലായി ഹിന്ദു സംസ്കാരമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എങ്കിലും 15% ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്. മുസ്ലിങ്ങൾ 1% മാത്രമേ ഉള്ളൂ. തൃപ്പൂണിത്തുറയിലെ ഗവൺമെൻറ് സാൻസ്ക്രിറ്റ് ഹൈസ്കൂൾ പ്രശസ്തമായ ഒരു വിദ്യാലയമാണ്. അതുപോലെ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളും ഇവിടെയുണ്ട്. ശ്രീ വെങ്കടേശ്വര സ്കൂളും തൃപ്പൂണിത്തുറയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ചിന്മയ വിദ്യാലയവും ഇവിടെയുണ്ട്. ശ്രീനാരായണ വിദ്യാപീഠം പബ്ലിക് സ്കൂളും തൃപ്പൂണിത്തുറയിലാണ്. അതുപോലെ നായർ സർവീസ് സൊസൈറ്റിയും ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് മേഖലയിൽ ചോയ്സ് സ്കൂളും തൃപ്പൂണിത്തുറയിൽ കാണാൻ പറ്റും. RLV മ്യൂസിക് കോളേജ് തൃപ്പൂണിത്തുറയിലെ ഏറ്റവും പൗരാണികമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ക്ലാസിക്കൽ മ്യൂസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ഈ സ്ഥാപനത്തിലാണ് KJ യേശുദാസ് പഠിച്ചത്. 4 ഗവൺമെൻറ് കോളേജുകളും ഇവിടെയുണ്ട്. ഗവൺമെൻറ് ആർട്സ് കോളേജിന് പുറമെ സാൻസ്ക്രിറ്റ് കോളേജും ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ കോളേജും ഇവിടെയുണ്ട്. തൃപ്പൂണിത്തുറയിലെ റെയിൽവേ സ്റ്റേഷൻ എറണാകുളം കോട്ടയം റൂട്ടിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം പാസഞ്ചർ വണ്ടികളും ചില എക്സ്പ്രസ് വണ്ടികളും ഇവിടെ നിർത്തുന്നുണ്ട്. കൊച്ചി മെട്രോയുടെ അവസാനത്തെ മെട്രോ സ്റ്റേഷൻ തൃപ്പൂണിത്തുറയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതൽ മനോഹരമായി അലങ്കരിച്ച ഒരു മെട്രോ സ്റ്റേഷനാണ് തൃപ്പൂണിത്തുറയിലുള്ളത്. മെട്രോ പില്ലറുകൾക്ക് പോലും മനോഹരമായ പെയിന്റിങ്ങുകൾ അലങ്കാരമുണ്ടാക്കിയിട്ടുണ്ട്. അതിനു പുറമെ കേരളീയ കലകൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ എക്സിബിഷൻ ഹാളും മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലുണ്ട്. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ ഒരു ടൂറിസ്റ്റ് സങ്കേതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
അതിനു പുറമെ 3 മെട്രോ സ്റ്റേഷനുകൾ വേറെയും തൃപ്പൂണിത്തുറയിലുണ്ട്. തൃപ്പൂണിത്തുറയിലെ ബസ് സ്റ്റേഷൻ വളരെ ചെറുതാണ്. 10 ബസ്സുകൾക്ക് നിർത്തുവാനുള്ള സൗകര്യം മാത്രമേ ഇവിടെയുള്ളൂ. ദീർഘദൂര ബസ്സുകൾ ബസ് സ്റ്റേഷന്റെ പുറത്താണ് നിർത്തുന്നത്. കേരളീയ പാരമ്പര്യവും കേരളീയ സംസ്കാരവും ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന എറണാകുളത്തിൻ്റെ പ്രദേശമായി തൃപ്പൂണിത്തുറ അറിയപ്പെടുന്നു. എറണാകുളം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമായി തൃപ്പൂണിത്തുറ മാറിയതും ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഉയർന്ന സാംസ്കാരിക ബോധം മൂലമാണ്.